ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മഴയൊക്കെ പോയി അത്യാവശ്യം തെളിവൊക്കെ ആയി അല്ലേ. അപ്പോൾ നമ്മുടെ പച്ചക്കറിത്തോട്ടമൊക്കെ ഒന്ന് ഉഷാറാക്കേണ്ട സമയമായിരുന്നു തോന്നുന്നു കേട്ടോ. കാരണം എന്താ അത്യാവശ്യം പച്ചക്കറിയൊക്കെ നമ്മുടെ മഴയൊക്കെ വെല്ലുവിളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി മഴയൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ചാണകവെള്ളമോ അങ്ങനെയൊക്കെ വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നേരെ എന്നാലും നമ്മുടെ പച്ചക്കറിയൊക്കെ ഇച്ചിരി സ്ട്രെങ്തൻ ആവുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഇച്ചിരി ചാണകവെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പയറും നമ്മുടെ നിത്യവഴുതന, തക്കാളി, ബീൻസ്, വഴുതന ഇതെല്ലാമൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പം ഞാൻ ഇത്രയും നാളും ചാണകം വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരു രീതി എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാട്ടോ ഞാൻ പറയണത്. നല്ല തിക്കായിട്ട് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാലാലോ അതിൻ്റെ നല്ല തിക്കായിട്ട് ഒഴിച്ചു കൊടുത്താലോ അത്രയും വളം അങ്ങ് ചെന്ന് നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ല എനർജറ്റിക്കായിട്ട് ഉഷാറായിട്ട് വരുള്ളൂ എന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷെ അത് തെറ്റി. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ നമ്മുടെ ചാണകവെള്ളം കലക്കി വെച്ചേക്കണേന്ന് കാണിച്ചു തരാം. കണ്ടോ, മാക്സിമം തീരെ പച്ച വെള്ളം കൂട്ടാണ് ഇതാണ്ടോ. ഇത് കണ്ടറിയാൻ മേലേ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് തീരെ പച്ച വെള്ളം പോലെ ആയിട്ട് ആക്കി വെച്ചേക്കണത്. ഈ ഒരു രീതി ചെയ്താലാണ് നമ്മുടെ ചെടിക്കൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഭയങ്കര കൊഴുത്തിങ്ങനെ ഇരുന്നാൽ, നല്ല തിക്കായിട്ടിരുന്നാലുണ്ടല്ലോ, അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അടുത്ത വെയിലിന് അതിൻ്റെ ചുറ്റും നമ്മൾ ഏത് ചെടിക്കാണ് ഒഴിക്കണേ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഉണങ്ങിക്കിടക്കും അല്ലേ. അതിൻ്റെ ന്യൂട്രിയൻസ് ഫുള്ള് ആ ചെടിയിലേക്ക് എത്തില്ല, അതങ്ങ് ഉണങ്ങി പിടിച്ച് കിടക്കുകയുള്ളൂ. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ചെടിയൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഒരു 2-3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒഴിക്കും. അങ്ങനെ നമ്മുടെ ചെടി പെട്ടെന്ന് എനർജറ്റിക്കായിട്ട് ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. വളർന്ന് നമുക്ക് പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ.